ഈശോ മിശിഹായിലേറെ സ്നേഹം നിറഞ്ഞ ജെയ്സണച്ച, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം യൗസേ പിതാവിൻ്റെ തിരുനാളിൻ്റെ 10 ദിവസങ്ങളിൽ ഒരു ദിവസം കൂടെ ആയിരിക്കുവാൻ സാധിക്കുന്നതിൽ. ഈ ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാവരും യൗസേ പിതാവിനെ കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ കേൾക്കുവാനിടയായി. ഈ ദിവസങ്ങളിലൊക്കെ അച്ഛന്മാർ ഒത്തിരിയേറെ പ്രസംഗങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ? എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു, അല്ലെങ്കിൽ യുവതലമുറയിലുള്ള നമ്മുടെ മക്കൾക്ക് യൗസേ പിതാവിലുള്ള നിങ്ങളുടെ മുതിർന്നവരുടെ വിശ്വാസം അല്പമെങ്കിലും കൈമാറി കൊടുക്കുവാനായിട്ട് സാധിച്ചു ഇല്ലേ? നമ്മൾ കുഞ്ഞുനാളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഓരോ വിശുദ്ധരെയും കാണിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കും, ഇത് ഇന്ന വിശുദ്ധൻ, ഈ വിശുദ്ധനോട് ഇന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇതൊക്കെ ചാച്ചന് അല്ലെങ്കിൽ അമ്മച്ചിക്ക് ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇന്നും വരുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, കുഞ്ഞിയൊരു ഇടവകയാണെങ്കിലും ഈ ഇടവകയിലുള്ളവർ പോലും താല്പര്യത്തോടെ ഇടവകയുടെ തിരുനാളിൽ, ഈ ആഘോഷത്തില്, വിശുദ്ധ ദിനങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് താല്പര്യത്തോടെ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. നമ്മളൊക്കെ വരുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒത്തിരിയേറെ നിയോഗങ്ങളും പ്രാർത്ഥനയുമായിട്ടാണ് കടന്നു വരുന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ ഇന്ന് നിങ്ങളോട് 3 കൊച്ചു കാര്യങ്ങളാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊക്കെ കേട്ടുപരിചയമുള്ളതായിരിക്കാം. നമ്മൾ ഒന്നും കൂടി ചിന്തിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഒന്നും കൂടി നോക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഈശോയുടെ ജനനത്തെക്കുറിച്ച് മത്തായി ശ്ലീഹ ജോസഫിന്റെ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് വിവരിക്കുന്നത്. ജോസഫിന്റെ 3 വ്യക്തിത്വങ്ങൾ. ഒന്നാമത്തെ കാര്യം, ജോസഫ് ഒരു അസാധ്യ കാമുകനായിരുന്നു. ജോസഫ് ഒരു അസാധ്യ കാമുകനായിരുന്നു. ഈശോയെ കുറിച്ചുള്ള പല സിനിമകളിലും മറിയവും ജോസഫും തമ്മിലുള്ള പ്രണയരംഗങ്ങളെ വളരെ മനോഹരമായിട്ട് അവര് കാണിക്കുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. മറിയത്തിന്റെ രഹസ്യത്തെ, അവൾ ഗർഭിണിയാണ് എന്നത് ആരായിരിക്കും ആദ്യം ജോസഫിനെ അറിയിച്ചിട്ടുണ്ടാവുക? എനിക്ക് തോന്നുന്ന നാട്ടുകാരൊന്നും ആകാൻ സാധ്യതയില്ല. മറിയം തന്നെ ആയിരിക്കും, മേരി തന്നെ ആയിരിക്കും ജോസഫിനോട് പറയുവാനായിട്ട് ഏറ്റവും ആദ്യം താല്പര്യം കാണിച്ചത്. മേരി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കാൻ, അംഗീകരിക്കുവാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല. കാരണം ഒരു പുരുഷൻ, ഒരു ഭർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നതോ ചിന്തിക്കുന്നതോ സ്വപ്നം കാണുന്നതുമായ കാര്യമല്ല മറിയം പറയുന്നത്. പക്ഷേ എങ്കിലും അവൻ അംഗീകരിച്ചു. അവൻ അവളെ വേദനിപ്പിക്കുവാൻ ആഗ്രഹിച്ചില്ല, അവളെ അപമാനവിധേയാക്കുവാൻ ആഗ്രഹിച്ചില്ല എന്ന് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. സ്നേഹമുള്ളവരെ, ഈ കൊച്ചു കാര്യം ഈ ഒരു കാലഘട്ടവുമായിട്ട് ഞാൻ ചേർത്ത് വെക്കുകയാണ്. നമ്മുടെ പുതിയ തലമുറയുമായിട്ട് നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ, പ്രണയം പൊളിയുമ്പോൾ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ കുടുംബജീവിതം മുന്നോട്ട് പോകാതെയാകുമ്പോൾ, ആഗ്രഹിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ, പ്രണയത്തിന് പ്രതികാരത്തിന്റെ രക്തനിറമായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾക്കൊക്കെ മുമ്പിൽ ഒത്തിരിയേറെ ഉദാഹരണങ്ങളുണ്ട്. ആസിഡ് മുഖത്തൊഴിക്കുന്നു, അല്ലെങ്കിൽ ജ്യൂസിനകത്ത് വിഷം കലർത്തി കൊടുക്കുന്നു. ഇതൊക്കെ പ്രണയത്തിന്റെ മറ്റൊരു തലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് ലഭിച്ച, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കാതെ പോയ കാര്യങ്ങൾ അവൾക്ക് അല്ലെങ്കിൽ അവന് ലഭിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ ആ സന്തോഷം ഉണ്ടാകാതിരിക്കട്ടെ, അവരും നശിച്ചു പോകട്ടെ എന്ന ഒരു ചിന്ത അവിടെ ഉയർന്നു വരികയാണ്. ഇവിടെയാണ് ജോസഫ് എന്ന സ്നേഹിതൻ മാതൃകയാകുന്നത്. അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. അതിന് അച്ഛൻ പറയുന്നത് അസാധ്യ കാമുകനായിട്ടാണ്. കാരണം അവളെ വേദനിപ്പിക്കരുത്, അവളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, അവളെ അപമാനവിധിയാക്കരുത് എന്ന ഒരു പുരുഷന്റെ ആർജവത്വം, ആഗ്രഹം. രണ്ടാമത്തത്, ജോസഫ് അസാധ്യനായ ഒരു ഭർത്താവായിരുന്നു. ജോസഫ് അസാധ്യനായ ഒരു ഭർത്താവായിരുന്നു. നമ്മൾ അത്തിപ്പഴം കണ്ടിട്ടുണ്ട് ഇല്ലേ? അത്തിപ്പഴത്തിന്റെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത്തിപ്പഴത്തിന്റെ മരം പൂക്കുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് അത്തിപ്പഴം പൂക്കാൻ സാധ്യതയില്ല. അത്തിപ്പഴത്തിന്റെ പൂക്കൾ ഉണ്ടാകാറില്ല, പക്ഷേ പൂക്കൾ ആ പഴത്തിനുള്ളിൽ തന്നെയാണ്.
നമ്മൾ അത്തിപ്പഴം കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ വിത്തുകൾ അതാണ് പൂവായിട്ട് വരേണ്ടത്, പക്ഷേ പൂവാകുന്നില്ല. നമ്മളൊക്കെ ഭക്ഷിക്കുന്നത് ആ അത്തിപ്പഴമാണ്. ജോസഫ് അതുപോലെയുള്ള ഒരു അത്തിപ്പഴത്തിൻ്റെ പൂക്കാതെ ഉള്ളിൽ നിന്നുകൊണ്ട് മധുരം നൽകിയ ഒരു ഭർത്താവാണ്. ഏതൊരു ചെറുപ്പക്കാരനെ പോലെയും ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു ജോസഫിനും. പക്ഷേ ദൈവത്തിൻ്റെ വലിയ ഒരു ചിത്രീകരണത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു പദ്ധതിയുടെ ഭാഗമായി താൻ മാറുമ്പോൾ തൻ്റെ സ്വപ്നങ്ങളെ പൂക്കാൻ അവൻ അനുവദിക്കാതെ തൻ്റെതായ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ജീവിത പങ്കാളിക്ക് വേണ്ടി, മകനു വേണ്ടി ജീവിക്കുന്ന നല്ലൊരു ഭർത്താവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജോസഫ് അവളെ ഭാര്യയായി സ്വീകരിച്ചു എന്നാണ് മത്തായി സുവിശേഷകൻ പറയുന്നത്. അവളെ സ്വീകരിച്ചു, അംഗീകരിച്ചു, അക്സെപ്റ്റ് ചെയ്തു. എന്തു കുറവും എന്തു പോരായ്മയും ഉണ്ടായാലും, എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായാലും ഞാൻ ചേർത്ത് പിടിക്കും, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും എന്ന ഒരു ഭർത്താവിൻ്റെ വലിയൊരു മാതൃക. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ കുറവുകളെ ഒത്തിരിയേറെ എണ്ണിപ്പാടുന്നവരാണ് നമ്മളിൽ പലരും. ഒന്നെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ കുറവുകൾ പറയും, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ കുറവുകൾ പറയും. നമ്മൾ കുറവുകളെ നോക്കിക്കൊണ്ട് പലപ്പോഴും അസ്വസ്ഥപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ചിലപ്പം മക്കളില്ലാത്ത ഒത്തിരി പേരുണ്ട്. മക്കളില്ലാത്തതിൻ്റെ കാരണം ഒരാളുടെ പേരിൽ ആരോപിക്കും, മറ്റേയാൾ അടുത്തയാളുടെ പേരിൽ ആരോപിക്കും. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കുടുംബജീവിതത്തിൽ പലതും നടക്കാതെ വരുമ്പോൾ അസ്വസ്ഥരാകും. സ്നേഹമുള്ളവരെ, ഇവിടെ ജോസഫ് വലിയ ഒരു മാതൃകയാവുകയാണ്. നിനക്കൊരു കുറവുണ്ട്, അത് മാറ്റിയിട്ട് നിന്നെ ഞാൻ സ്നേഹിക്കാം, പ്രണയിക്കാം എന്നല്ല ജോസഫ് പറയുന്നത്. മറിച്ച് നിന്റെ കുറവുകളുടെ നടുവിലും നിന്റെ ബലഹീനതയുടെ നടുവിലും നിന്നെ ഞാൻ ചേർത്ത് പിടിക്കുന്നു. നീ എങ്ങനെയായാലും എനിക്ക് അത് മതി എന്ന ജോസഫിനെ പോലെ പറയുവാൻ പറ്റുന്ന ഒരു അസാധ്യ ഭർത്താവാകുവാൻ അല്ലെങ്കിൽ ഭാര്യയാകുവാൻ എനിക്ക് സാധിക്കുമോ, പറ്റുമോ? മൂന്നാമത്തെ ഒരു ചിന്ത, ജോസഫ് അസാധ്യനായ ഒരു അപ്പനായിരുന്നു. ഇറാനിയൻ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, അതിന്റെ പേര് ദ റൂഫ് എന്നാണ്. ഒരപ്പനും മകനും കൂടെ മറ്റൊരാളുടെ ഭവനത്തിന് മുകളിൽ കയറി മഴക്കാലത്ത് അവരുടെ വീട്ടിലേക്ക് വെള്ളമൊക്കെ ചാടുന്നുണ്ട്. അപ്പം അവർ ഷീറ്റൊക്കെ ഇട്ട് പശ വെച്ച് വെള്ളം വീഴാത്ത രീതിയിൽ അത് അടയ്ക്കുകയാണ്. അപ്പം അത് അടയ്ക്കുന്നതിനിടയിൽ മഴക്കാറ് വരുന്നുണ്ട്. അപ്പോൾ അപ്പൻ മകനോട് പറയുന്നുണ്ട്, നീ പറയണം, പ്രാർത്ഥിക്കണം, മഴ ഇപ്പം പെയ്യരുത്, നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞേ മഴ പെയ്യാവുള്ളൂ. അപ്പൊ ആ മകന് അവന്റെ നിഷ്കളങ്കമായ മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇപ്പം മഴ പെയ്യരുത് എന്നൊക്കെ. അങ്ങനെ മഴ പെയ്യുന്നൊന്നുമില്ല. അവരിത് ഒട്ടിച്ച് വൃത്തിയാക്കി ഈ അപ്പനും മകനും കൂടെ ആ വീടിന് മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ അപ്പൻ ഈ മകനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മൾ ഈ ചെയ്ത പ്രവൃത്തി നീ ആരോടും പറഞ്ഞു കൊടുക്കരുത്. നമ്മളിത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ഇതിന് വലിയൊരു പ്രചരണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകും. സ്നേഹമുള്ളതിൻ്റെ രണ്ടാം ഭാഗത്ത് കാണുന്നത്, ഈ ഭവനം ആരുടെയാണോ, ഈ ഭവനത്തിൽ ജീവിക്കുന്നത് ഒരു വൃദ്ധയായ ഒരു വിധവയാണ്. ആ വിധവ കൊച്ചു തുണികൾ ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. ആ സമയത്ത് തൊട്ട് മുമ്പിലായിട്ട് 5-6 പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ മഴ പെയ്യുമ്പോഴും പാത്രത്തിൽ വെള്ളം വീഴാത്തത് കൊണ്ട് ഈ വിധവയായ ഈ അമ്മച്ചി ചുറ്റും നടക്കുന്നുണ്ട്, പാത്രത്തിൽ കൈയിട്ടൊക്കെ നോക്കുന്നുണ്ട്, വെള്ളമൊന്നുമില്ല. എന്നിട്ട് ഈ അമ്മച്ചി മുകളിലേക്ക് നോക്കിക്കൊണ്ട് തമ്പുരാനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, താങ്ക് യു ഗോഡ്, ഐ നോ യു ലുക്ക് ആഫ്റ്റർ മീ. നീ എന്നെ നോക്കുന്നുവെന്ന് എനിക്കറിയാം. ആ അമ്മ പറയുകയാണ്, നീ എന്നെ നോക്കുന്നുവെന്ന് എനിക്കറിയാം. ഇവിടെ മനോഹരമായ ഒരു കാഴ്ച, സാധ്യമായ ഒരു അപ്പനെ നമ്മൾ കാണുന്നു എന്നാണ്. സ്നേഹമുള്ളവരെ, ഞാനിത് പറഞ്ഞത് ജോസഫിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മകനെ നന്മകൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു അപ്പനെ നമുക്ക് കാണാൻ സാധിക്കും. ആ മകന് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതൊക്കെ അപ്പനിൽ നിന്ന് പഠിച്ചതാണ്. നിന്റെ വലതുകരം ചെയ്യുന്നത് ഇടതുകരം അറിയാതിരിക്കട്ടെ എന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് അപ്പൻ്റെ ചില
പ്രവൃത്തികൾ കണ്ട് ആ മകൻ പഠിച്ചതായിരിക്കും. നീ പ്രാർത്ഥിക്കുന്നത് പോലെ രഹസ്യമായിരിക്കട്ടെ നിന്റെ നന്മകൾ എന്ന് ക്രിസ്തുവിനെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് ജോസഫിൽ നിന്ന് കണ്ടുപഠിച്ചതായിരിക്കും. ഏറ്റവും വലിയ ഉദാഹരണം, പാപിനിയായ സ്ത്രീയെയും കൊണ്ട് ഈശോയുടെ അടുക്കലേക്ക് ആളുകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ പാപിനിയായ സ്ത്രീയെ കണ്ടപ്പോൾ ഈശോയുടെ മനസ്സിൽ അപ്പോൾ ഉദിച്ചിട്ടുണ്ടാകാം, അത് തൻ്റെ ഗർഭിണിയായ അമ്മ തന്നെയായിരിക്കും. അവൻ മുഖം തിരിച്ച് പുറകോട്ട് പോകുന്നുണ്ട് അപ്പനെ പോലെ, പക്ഷെ വീണ്ടും അവളെ ചേർത്ത് പിടിക്കുന്നു. സ്നേഹമുള്ളവരെ, പിതാവിൽ നിന്ന് ലഭിച്ച, അപ്പനിൽ നിന്ന് ലഭിച്ച ഒത്തിരിയേറെ നല്ല ഗുണങ്ങൾ, നല്ല ഒരപ്പൻ നമ്മുടെ ഈ തിരുനാളിലേക്ക് അടുക്കുമ്പോൾ യൗസേ പിതാവിൽ നിന്നുള്ള പുണ്യങ്ങളെ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. 3 കൊച്ചു ചിന്തകളാണ് ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്. അസാധ്യ കാമുകനായിരുന്നു, കാരണം ഒരു സ്വാതന്ത്ര്യം അവന് അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കുന്നു. സാഹചര്യങ്ങളെ മനസ്സിലാക്കി ഇറങ്ങിപ്പോകുവാനും കടന്നു വരുവാനുമുള്ള ഒരു അനുമതി നൽകുന്നു. രണ്ടാമത്തേത്, അസാധ്യനായ ഒരു ഭർത്താവാണ്. എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും, എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും ആ കുറവുകളുടെ നടുവിൽ ചേർത്ത് പിടിക്കുവാനുള്ള ഒരു മനസ്സ്. മൂന്നാമത്തേത്, അസാധ്യ അപ്പനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ജോസഫിനെ വിളിക്കുന്നത് ഫാദർ ഇൻ ദ ഷാഡോസ് എന്നാണ്. ദൈവപിതാവിൻ്റെ നിഴലായിരുന്നു ജോസഫ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് നേടാം. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഭവനങ്ങളിലെ അപ്പനെ, ഭർത്താവിനെ നമുക്ക് സമർപ്പിക്കാം. എനിക്ക് തോന്നുന്നു ഈ ഒരു ദിവസം യൗസേ പിതാവിൻ്റെ തിരുനാളിൻ്റെ അന്നാണ് നമ്മളൊക്കെ അപ്പന്മാരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും യൗസേ പിതാവിൻ്റെ ഒത്തിരിയേറെ ഗുണങ്ങൾ ചുമക്കുന്നവരാണ് നമ്മുടെയൊക്കെ ഭവനങ്ങളിലെ അപ്പന് അല്ലെങ്കിൽ ഭർത്താവ്. ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ ഇടവകയിൽ യുവജനങ്ങൾ സ്വന്തം അപ്പനെ കുറിച്ച് ചിന്തകൾ പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. യൗസേ പിതാവിൻ്റെ ഗുണങ്ങൾ വെച്ചുകൊണ്ട് സ്വന്തം അപ്പനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പറയുന്നു. അപ്പോൾ അതിൽ ഒരപ്പൻ എന്നോട് വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അച്ഛാ, എനിക്ക് വേണ്ടി പറയാനായിട്ട് എൻ്റെ മക്കളൊന്നും ഇവിടെ ഇല്ല. അത് ഒരപ്പൻ്റെ നിഷ്കളങ്കമായ ഒരു സന്തോഷവും അല്ലെങ്കിൽ ഒരു വിഷമവുമാണ്. ഒത്തിരിയേറെ നന്മകൾ പേറുന്ന നമ്മുടെ അപ്പന്മാരെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈ ദിവസങ്ങൾ നമ്മളെ ഇടപെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.